ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ്. പിന്നെ അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂഡിനനുസരിച്ചാവും റിക്കവറായിട്ടൊക്കെ ഇടുക എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മുരളിയേട്ടനെ കണ്ടാലായാലും മെസ്സേജിലായാലും നമ്മളോട് കുറേ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുഖമായോ വേദന കുറഞ്ഞോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സുഖമായി വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു ഉഷാറായി എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, മുമ്പത്തേങ്ങാറ്റ് ഉഷാറായിട്ടുണ്ട്, എന്നാലും അത്ര അങ്ങോട്ട് ആയിട്ടില്ല. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് സർജറി കഴിഞ്ഞിട്ട് 27 ദിവസമായിട്ടാണ്. ഇന്ന് 27-ാം തീയതിയാണോ? അതെ, 27 ദിവസമായിട്ട്. 27 ദിവസത്തിൻ്റെ ഉള്ളിൽ കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ മുരളിയേട്ടൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ വയസ്സായി വയ്യാണ്ട് കിടക്കുന്നതായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ മരിക്കുന്നുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് പനി ഒരു 2-4 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു അച്ഛന്. പനിന്നൊക്കെ ഒന്ന് റിക്കവറായി വന്നത് തന്നെയായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ശനിയാഴ്ച വന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മേനെ നോക്കിയിട്ട് അമ്മ അങ്ങനെ ചായ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വല്ലാണ്ടായി, ഭക്ഷണം ഇറക്കാണ്ടായി, അങ്ങനെയൊക്കെ ആയിട്ട് അമ്മേനെ നോക്കി അച്ഛൻ കണ്ണടച്ചുവിട്ടു. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു നല്ലൊരു മരണമായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ ആയിരുന്നല്ലോ, തറവാട്ടിലാണ് അച്ഛൻ. അപ്പോൾ ദേവുട്ടിയും ഏട്ടനൊക്കെ അവിടെ തന്നെയായിരുന്നു കേട്ടോ. 10-12 ദിവസം അവിടെ തന്നെയായിരുന്നു. അച്ഛനെ ഞാൻ പോയി കണ്ടിട്ട് തിരിച്ചു പോന്നു. പോയി നമ്മളും സർജറി കഴിഞ്ഞിട്ട് അത്ര ദിവസം ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. മരിച്ച സമയത്ത് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് പോയി കണ്ടുവന്നു. പിന്നെ ശവം എടുക്കുന്ന നേരത്തൊന്ന് പോയത്. പക്ഷെ ആ പോയതും എനിക്ക് കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കി. കാരണം നമ്മൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം പോകുമ്പോൾ ഞാൻ മാസ്ക് ഒന്നും വെച്ചില്ല, അത്ര ആൾക്കാരുടെ ഇടയിലേക്ക് പോണതല്ലേ. പിന്നെ രണ്ടാമത് പോകുമ്പോൾ ഞാൻ മാസ്ക് വെച്ചു. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം തൊട്ട് നല്ല പനിയും ജലദോഷം ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി. എനിക്ക് ഭയങ്കര നീർക്കെട്ടും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. അതാണ് എനിക്ക് ഇതിനെങ്ങാറ്റൊക്കെ കടുപ്പായി തോന്നിയത് കേട്ടോ. ഓപ്പറേഷൻ ചെയ്ത വേദനയെങ്ങാറ്റൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ചത് ആ നീർക്കെട്ടും സംഭവങ്ങളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചത്തു പോകുന്ന വരെ ഞാൻ വിചാരിച്ചു പോയ ഒരു എന്താ പറയുക കുറച്ച് ദിവസങ്ങളായിരുന്നു. ശ്വാസം കിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഇവിടെ ആകെ കരഞ്ഞു പൊളിച്ചു. കാരണം എനിക്ക് എന്തോ ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ട്, എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല, ശ്വാസം ഇങ്ങനെ വലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ എല്ലാളൊക്കെ നമ്മളെ പിടിച്ച് അത്രയും ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു വേദന. എന്നിട്ട് പിന്നെ തിരിച്ചും ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നന്നായി നീര് കെട്ടിയിട്ടുണ്ട്, അപ്പോൾ കുഴമ്പൊന്നും ഇട്ടോളൂ, പിന്നെ എന്താ പറയുക, പിന്നെ ഗ്യാസിൻ്റെ ഉള്ള ഗുളികയൊക്കെ എഴുതി തന്നു. പക്ഷെ അത് കഴിച്ചിട്ടൊന്നും എനിക്ക് കുറവില്ല കേട്ടോ. അവിടുന്ന് അപ്പോൾ ഞങ്ങളുടെ പൂരം എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നത്, അച്ഛൻ മരിച്ചത് തിങ്കളാഴ്ച, വ്യാഴാഴ്ച ഞങ്ങളുടെ പൂരം. ആ വ്യാഴാഴ്ചയൊക്കെ ഞാൻ ഈ പ്രശ്നം കൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ ചുമ വരുന്നുണ്ട്, ജലദോഷത്തിൻ്റെയും പനിയുടെ ഒക്കെ ഒരു എഫക്റ്റ്, കൂടാണ്ട് ഈ ഗ്യാസിൻ്റെയും നീർക്കെട്ടിൻ്റെയും പ്രശ്നങ്ങളായിട്ട് ഒരു സൈഡിൽ എല്ലാം കൂടെ ഒരാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വ്യാഴാഴ്ച പൂരമായിരുന്നു എന്നുള്ളത്. അപ്പോൾ പൂരത്തിന് ഇപ്പം എല്ലാ വീട്ടിലും വിരുന്നുകാരും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കാന്ന് അറിഞ്ഞിട്ട് അവർ കാണാൻ വരുമ്പോൾ ഞാൻ ഈ ശ്വാസം കിട്ടാണ്ട് നിവർന്ന് നിൽക്കാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഒരു കൈ മുരളിയേട്ടൻ പിടിച്ചിട്ടുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റണില്ല, കെടുക്കാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. ഒരു ഇച്ചിരി നടക്കണതാണ് ആശ്വാസം, അതും കുനിഞ്ഞിട്ട്. അപ്പോൾ ഒരു കൈ മുരളിയേട്ടൻ പിടിക്കും, ഒരു കൈ അമ്മ പിടിക്കും, അങ്ങനെ അകത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചേച്ചിമാർ കയറി വരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് അവരുടെ അമ്മയ്ക്ക് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത് നീര് കെട്ടിയത് ഗ്യാസും കെട്ടിയതാണ്, വേറെ പേടിക്കാനൊന്നുമില്ല. അതിനെ ഡോക്ടറും പറഞ്ഞത്. ഡോക്ടർ നമുക്ക് ഗ്യാസിൻ്റെയും പിന്നെ പെയിൻ കില്ലർ എഴുതി തന്നത്, അത് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് നേരം ആശ്വാസം ഉണ്ടാവും. പിന്നെ ആ ഗുളികയുടെ ആ ഡോസ് തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് ഇതേ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചേച്ചിമാർ വന്നിട്ടാണ് പറഞ്ഞത് ഇത് അമ്മയ്ക്കും അവരുടെ അമ്മയ്ക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം മുരളിയേട്ടൻ ഇപ്പം തന്നെ പോയിട്ട് നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് അയമോദകത്തിൻ്റെ എന്തൊരു അയമോദക സത്ത അങ്ങനത്തെ എന്തൊരു ഗുളിക കിട്ടത്തില്ല, ഹോമിയോ ഗുളിക മാതിരി ഉണ്ടാവുക. ആ ഗുളിക വാങ്ങിച്ചിട്ട് വായോ, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഗുളിക എന്ന് പറഞ്ഞിട്ട് അത് ഗ്യാസ് റിലീഫ് ആവാനുള്ളതാ. അത് വാങ്ങിച്ചിട്ട് വായോ, അത് കൊടുത്താൽ നല്ല ഭേദം ഉണ്ടാവും. അമ്മ പോയിട്ട് കുറച്ച് ഉലുവ വറുക്കുക, എന്നിട്ട് അതിൽ വെള്ളം ഇട്ടിട്ട് അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അത് കുടിക്കുന്നില്ല അവൾ, എനിക്ക് അതിൻ്റെ
2 ദിവസം മുന്നാകുമ്പോൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിക്കണില്ല എന്ന് പറഞ്ഞു. കുടിക്കണില്ല എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല, ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല. അപ്പം അതിലൊരു തുണ്ട ശർക്കര ഇട്ടിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് അമ്മ വേഗം ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അതിൻ്റെ മുന്നിൽ ഗുളിക ഒന്നല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് ആ സമയത്ത് പോയി ഡോക്ടർ എഴുതിയാന്ന് ഗുളികങ്ങാറ്റും ഒക്കെ ആശ്വാസം കിട്ടിയത് ഈ 2 സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് കുഴമ്പൊക്കെ ഇട്ടിട്ട് ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിരുന്നു ബാക്കിൽ എനിക്ക് നീര് കെട്ടിയത്. സാധാരണ നീരും ഗ്യാസൊക്കെ നമുക്ക് അങ്ങോട്ടാണല്ലോ എടുക്കുക. അപ്പം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ കുഴമ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു 10-15 ദിവസം അതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതൊന്നൊക്കെ ഒന്ന് ആശ്വാസമായി വന്നത്. അങ്ങനെ കുറേ ദിവസങ്ങളായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് സർജറി ചെയ്തിട്ടുള്ള വേദന എനിക്ക് ഒന്നും അത്ര അങ്ങോട്ട് അറിഞ്ഞില്ല. പക്ഷേ ഈ ഒരാഴ്ച ഈ നീര് കെട്ടിയിട്ടുള്ള വേദന. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു അവർക്ക് സിസേറിയൻ ചെയ്ത് കിടക്കുമ്പോഴും എനിക്കങ്ങനെ ദേവുട്ടിയുടെ സിസേറിയൻ തന്നെയായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ നീർക്കെട്ടും പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയണമില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞു അവർ 2-3 ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയമോദകം വറുത്തിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന് നല്ല റിലീഫാണ്. പിന്നെ അതേപോലെ ഉലുവ വറുത്തത് നീർക്കെട്ടിന് നല്ലതാണ് എന്നൊക്കെ അവരും വന്നിട്ട് പറഞ്ഞു തന്നു. ഇവിടെ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, അമ്മയ്ക്കും വലിയതൊന്നും അറിയില്ലായിരുന്നില്ല. അങ്ങനെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വീഡിയോ എടുക്കാന്നുള്ളൊരു മൂഡ് തോന്നിയപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഗോളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എന്നാൽ മുരളേട്ട വായു ഒരു വീഡിയോ പിടിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വീട്ടിലിവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഏട്ടനും അമ്മയും ദേവുട്ടിയും പിന്നെ അനിയത്തിയുടെ മോനും എല്ലാവരും ഉണ്ട്. പിന്നെ വേറെന്താ, ഇനി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ. ഫ്രണ്ട്സ് സ്കൂളൊക്കെ തുറക്കാറായില്ലേ. ദേവുട്ടിക്ക് ഇപ്രാവശ്യം ഷോപ്പിങ്ങിന് പോകാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. അച്ഛനും പിന്നെ അച്ഛൻ മരിച്ച അടിയൻ്റെ അമ്മയ്ക്ക് കൂടെ പാപ്പ ഉണ്ടല്ലോ, പാപ്പൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ദേവുട്ടിയുടെ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തത്. ബാഗ് എടുക്കാനും യൂണിഫോം എടുക്കാനൊക്കെ അവരുടെ കൂടിയാണ് പോയത് കേട്ടോ. ഞാനിവിടെ കിടപ്പല്ലായിരുന്നു. വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചോട്ടാ. അവിടെ എവിടെയെങ്കിലും ചാരി വെച്ചോ, അത് പഴയതല്ലേ. ചെരുപ്പ് വെക്കണ സ്ഥലം ബുഷിന്റെ മേലെയാണ് കേട്ടോ. വെയിലുള്ള സ്ഥലം ദേവുട്ടിക്ക് അതാന്ന് തോന്നണത്. സ്കൂളിലേക്ക് പുതിയ വർഷത്തേക്കുള്ള ചെരുപ്പാളൊക്കെ എടുത്തതായിരുന്നു കേട്ടോ. അതൊക്കെ പക്ഷെ എടുത്തു വെക്കാൻ ക്ഷമയില്ലാത്ത കാരണം നേരത്തെ തന്നെ എടുത്തു വെക്കാൻ ക്ഷമയില്ലാത്ത കാരണം അതൊക്കെ ഇട്ട് ചെളിവിൽ വയ്ക്കുക. അപ്പൊ ഇന്നിപ്പോ വെയിൽ കണ്ടപ്പോ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇനിയിപ്പോ സ്കൂളിൽ തുറക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞതാ. അപ്പൊ ചെരുപ്പൊക്കെ കഴുകി വെച്ചിട്ട് കുളിക്കാൻ പോണ ഒരു തിരക്കിലാണ് കേട്ടാ. പിന്നെ ഞങ്ങൾ ദേവുട്ടിക്ക് ഒരു ലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ദേവുട്ടിയുടെ പിറന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി എങ്ങാറ്റും അച്ഛൻ മരിക്കണെങ്ങാറ്റും 30 ആയിരുന്നു. അത് ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. സാധാരണ അത്ര നന്നായിട്ട് ആഘോഷിക്കാറില്ല. തറവാട്ടിൽ നിന്ന് പിള്ളേർ തന്നെ വിളിക്കും. പിന്നെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേരുണ്ടെങ്കിൽ അവരെയും വിളിക്കും, അത്രയും ഉള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ മാമനെയും അമ്മായിനെയും വിളിച്ചു, പാപ്പനെയും മേമേനെയും വിളിച്ചു, എല്ലാവരെയും വിളിച്ചിട്ട് സൂപ്പറായിട്ട്. പിള്ളേർ മാത്രമല്ല വലിയൊരു കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഇതൊന്നും ആഘോഷിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണ് എന്തോ മുമ്പ് അത് അടിപൊളിയായി ആഘോഷിച്ചു എന്ന് പറയാം. കഴിഞ്ഞ കൊല്ലം മദ്രാസിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വെക്കേഷൻ ഒരു 1 വീക്ക് അവിടെ ആയിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ പാപ്പനാണ് സന്തു പാപ്പനാണ് ദേവുട്ടിക്ക് ഫോട്ടോ വെച്ച കേക്കൊക്കെ ആയിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ നമ്മളന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ദിവസം അനുഭവിച്ച കുറച്ച് ഇത് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അധികം ഇനി വലിച്ചു നീട്ടണില്ല. ഇനിയിപ്പോൾ നാളെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ദേവുട്ടിയുടെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കാണിക്കണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ദേവുട്ടിയാണ് വീഡിയോയ്ക്ക് വരുന്നില്ല. അമ്മ ഇല്ലെങ്കിലും ദേവ് എന്തെങ്കിലും വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാൽ ദേവ് കേൾക്കില്ല. അപ്പോൾ അമ്മ വേണം. അപ്പോൾ എനിക്ക് ചിലപ്പോൾ മൂടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡള്ളായി ഇരിക്കാവും. അങ്ങനെയൊക്കെ ആകുമ്പോട്ടെ. കാരണം 3 മാസം ഇങ്ങനെ കിടന്ന് ഞാനാണെങ്കിൽ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാത്ത ആളാണ്. കാരണം കുറച്ച് നേരം ഇരിക്കും. പിന്നെ നമ്മുടെ പണികൾക്ക് ഒരു പണിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ക്ലീനിങ്ങിനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്ന വ്യക്തിയല്ല. അപ്പം എനിക്ക് ഈ കിടപ്പ് എന്നുള്ളത് തീരെ പിടിക്കണില്ല. പിന്നെ വരണവരും പോണവരും വിളിക്കണവരും ഒക്കെ പറയും ഈ 3 മാസം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് റെസ്റ്റ് കിട്ടാൻ പോകണില്ല കേട്ടാന്ന് പറയും. നമ്മൾ ഇവിടുന്ന് എനിക്ക് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ അത് നന്നായി കെയർഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രായത്തിൽ ഒരു സർജറി കഴിഞ്ഞതല്ലേ. അപ്പോൾ നമ്മുടെ വർഷങ്ങൾ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. അതുവരയ്ക്കും നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റ് എടുത്തോളാൻ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു
പേടി തോന്നും, അപ്പോൾ അടങ്ങി ഒതുങ്ങിക്കെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ അല്ല എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനി നാളെ കാണാം. ബൈ.